ഇസ്ലാം മതവിശ്വാസികൾ പുണ്യമാസമായ റംദാൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസപ്രകാരം റംദാനിലെ അവസാന 10 ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞതാണ്. ഇത്തവണ റംദാൻ വ്രതാരംഭം ആരംഭിച്ചതിൽ വിശ്വാസികൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ചന്ദ്രപ്പിറവി ദൃശ്യമായത് തന്നെയാണ് അതിന് കാരണം. റംദാൻ 1 കഴിഞ്ഞെന്നും ചന്ദ്രപ്പിറവി ദൃശ്യമായത് 2ാം ദിനമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ അടക്കം ചർച്ചകളും വിമർശനങ്ങളും നടന്നിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ പെരുന്നാൾ മാസപ്പിറവി മാർച്ച് 30-ന് തന്നെ ദൃശ്യമാകുമെന്നും ചെറിയ പെരുന്നാൾ മാർച്ച് 31 തിങ്കളാഴ്ചയാകുമെന്നുമൊക്കെ ചർച്ചകൾ സജീവമാണ്. എന്നാൽ കാലാവസ്ഥ പറയുന്നത് നേരെ തിരിച്ചാണ്. കോഴിക്കോട്ടെ ചന്ദ്രപ്പിറവി ദൃശ്യത്തിന്റെ കണക്കെടുത്തു നോക്കിയാൽ മാർച്ച് 29-ന് അമാവാസിയാണ്. കേരളത്തിൽ ചന്ദ്രപ്പിറവി ദൃശ്യമാകില്ല. ചന്ദ്രൻ അന്ന് അസ്തമിക്കുന്നത് വൈകിട്ട് 6:37-നാണ്. സൂര്യൻ അസ്തമിക്കുന്നതും 6:37-ന്. മാർച്ച് 30-ന് ചന്ദ്രൻ അസ്തമിക്കുക രാത്രി 7:36-നാണ്. സൂര്യൻ അസ്തമിക്കുന്നത് 6:37-നും. 59 മിനിറ്റ് സമയം സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ പടിഞ്ഞാറൻ ആകാശത്ത് 12 ഡിഗ്രി ഉയരത്തിൽ സൂര്യാസ്തമയ സമയം മുതൽ ഉണ്ടാകും. 280 ഡിഗ്രി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രനെ നോക്കുക. മാർച്ച് 30-ന് ഇല്ലുമിനേഷൻ 1%. മാർച്ച് 31-നാണ് തെളിച്ചം 5% മാർച്ച് 30-ന് മാസപ്പിറവി കാണാൻ അല്പം പ്രയാസമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. റമദാനിൽ കേരളത്തിൽ നോമ്പ് 29 തുറക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 29.53 ദിവസം കറങ്ങിയിട്ടുണ്ടാകും. ഇത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ റമദാൻ 30 പൂർത്തിയാക്കി ഏപ്രിൽ 1-ന് പെരുന്നാൾ ആഘോഷിക്കേണ്ടി വരും. 2 സാധ്യതകളാണ്. ചന്ദ്രൻ 1 മണിക്കൂറോളം ആകാശത്തുണ്ട്. ഈ സമയത്ത് 1% മാത്രം ഇല്ലുമിനേഷൻ ഉള്ള ചന്ദ്രനെ നഗ്നനേത്രം കൊണ്ട് കാണുക എന്നത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല 29 മുതൽ മഴ സാധ്യതയുമുണ്ട്. ആകാശം മേഘാവൃതമായേക്കും. വിദ്യാസ്മിനോ, ന്യൂസ് 99.